കഴിഞ്ഞ ചില വീഡിയോസിൻ്റെ അടിയിൽ 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പം ഫേസിൻ്റെ ഒരു സൈഡിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി റിസൾട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഫേസ് പാക്ക് ഫേസിൻ്റെ ഒരു സൈഡിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പറ്റിക്കലും പരിപാടി ഒന്നുമല്ല കേട്ടോ. ജെന്യൂൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വെളുത്ത് തുടുക്കും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ 1-2 ഷെയ്ഡ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതും ആദ്യത്തെ യൂസിൽ. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഞാൻ പറയുന്നത്. സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമല്ല. എൻ്റെ ഫേസിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഗ്ലോ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ചുകൂടി ഒന്ന് റിസൾട്ട് കുറഞ്ഞ പോലെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷേ അടിപൊളി റിസൾട്ടാണ്. ഞാൻ ജെന്യൂനായിട്ട് പറയുകയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്യുന്നത് മുൾട്ടാനി മിട്ടി യൂസ് ചെയ്തിട്ടാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുൾട്ടാനി മിട്ടി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് പറഞ്ഞിരുന്നു വെച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ 1 ടീസ്പൂൺ മുൾട്ടാനി മിട്ടി എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കോഫി പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ആലുവര ജെല്ലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് യൂസ് ചെയ്യാം കേട്ടോ. പാലാണ് കുറച്ചുകൂടി നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പാലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. റോസ് വാട്ടറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്രീമി ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഞാനൊരു 1 വീക്കായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അതാണ് കട്ട പിടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഫേസാണ്. എൻ്റെ ഫേസ് കുറച്ചൊന്ന് ഗ്ലോ ആയ പോലെ തോന്നുന്നില്ല നിങ്ങൾക്ക്? ഞാൻ കുറേ ആയിട്ട് ഇപ്പം സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് മാറ്റി പിടിച്ചിട്ട് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും വേഗം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ഒരു സൈഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുള്ളൊരു പാക്കാണ്. വീക്ക്ലി മാത്രമായിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ 100% നാച്ചുറലാണ്. നിങ്ങൾക്ക് ആലുവേറ ജെല്ല് വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കാം കേട്ടോ. നിങ്ങൾ ഈ ഒരു മേടിക്കുന്ന ജെല്ല് യൂസ് ചെയ്യണമെന്ന് മേടിക്കുന്ന ജെല്ല് തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. കസ്തൂരി മഞ്ഞളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഒരു 2-3 മാസമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൂപ്പർ റിസൾട്ട് ആയിരിക്കും കേട്ടോ. നമ്മൾ മുൾട്ടാനി മിട്ടിയൊക്കെ പണ്ട് തൊട്ടിട്ടേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരുമെന്ന് പേടിക്കേണ്ട. പിന്നെ ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം പലർക്കും പലതും പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു സൈഡ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിൽ താഴെയാണ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് അവിടെ ഇവിടേക്ക് ആയിട്ട് ഡ്രൈ ആയിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അപ്ലൈക്കും തന്നെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റിമൂവ് ചെയ്യുമ്പം നിങ്ങൾക്ക് വലിയ രീതിയിൽ റിസൾട്ട് മനസ്സിലാവത്തില്ല. കാരണം റിംഗ് ലൈറ്റ് ഫ്രണ്ടിൽ വെച്ചതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു ഫേസിലോട്ട്. അപ്പോൾ 2 സൈഡും സെയിം ആയിട്ട് ആണ് വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കരുതി പിന്നെ ഇനി നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ലൈറ്റ് വെക്കുമ്പോൾ ഭയങ്കരമായിട്ടും ബ്രൈറ്റ് ആയ പോലെ ഉണ്ട്. അപ്പം ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് മനസ്സിലാവുന്നത് കേട്ടോ. ഈ ഒരു സൈഡും അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ ഒരു വെളിച്ചം നമ്മുടെ ഫേസിലോട്ട് തട്ടുമ്പം സെയിം ആയിട്ട് ആ ഒരു ബ്രൈറ്റനിങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സൈഡ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ബ്രൈറ്റൻ ആയത്. നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കണം കേട്ടോ. ചിലർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നന്നായിട്ടൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ്. നന്നായിട്ട് മാറ്റമുണ്ട് ഈ ഒരു സൈഡ്. ഇനിയിപ്പോൾ ഫിൽറ്ററും കാര്യങ്ങളോ അല്ലെങ്കിൽ ഫൗണ്ടേഷനും ഒന്നും യൂസ് ചെയ്തതല്ല. പാടുകളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് യൂസിലാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊരു 2-3 ആഴ്ച യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഗ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവായിട്ട് വീഡിയോയിൽ അത്ര നന്നായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പം നന്നായിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് നന്നായിട്ട് ഗ്ലോ ചെയ്തിട്ട് ഒരു സോഫ്റ്റ് ആയ പോലെ നമുക്ക് തോന്നും കേട്ടോ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പാക്ക് തന്നെയാണ്. നിങ്ങൾക്ക് അതിനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും റിസൾട്ട്. ഈ ഒരു സൈഡ് ഭയങ്കരമായിട്ടും ഡള്ളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് അതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്തിട്ട് പറഞ്ഞ കാര്യം ഒന്നുമല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ സ്കിന്നിനെ കുറച്ചൊന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കും. മേ ബി നമ്മുടെ എന്താ പറയുക, നമ്മുടെ സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ ആ ടാനൊക്കെ ചിലപ്പോൾ റിമൂവ് ആവുന്നതായിരിക്കും. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ സൂപ്പർ റിസൾട്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമുക്ക് ഈ കിട്ടുന്ന, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് മാറും എന്നുള്ളത്. അത് നമ്മുടെ കയ്യിരിപ്പ് പോലെ ഉണ്ടാവും. കാരണം നമ്മൾ ഇപ്പോൾ ഒരു പാക്ക് യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണതാണെങ്കിൽ അങ്ങനെ, വീക്ക്ലി ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് സൺക്രീം അപ്ലൈ ചെയ്ത് ബാക്കിയുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ഒരു ദിവസം നമ്മളൊരു പാക്ക് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും സൂപ്പർ ഫേസ് പാക്കാണ്, മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.